ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻ്റെ ഒരു കാറ്റഗറി ആയിട്ടുള്ള E2 റിയാക്ഷൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഒരു ടൈപ്പ് എലിമിനേഷൻ റിയാക്ഷൻ തന്നെയാണ്. സോ അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഡീഹൈഡ്രോ ഹാലോജനേഷനിൽ ആൽക്കൈൽ ഹാലൈഡ്സിലുള്ള ഒരു പ്രോട്ടോണും ഒരു ഹാലൈഡ് അയോണും എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ആൽക്കീൻ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള മെക്കാനിസം വഴിയാണ് മെയിനായിട്ട് നടക്കുന്നത്. E1 മെക്കാനിസം ഉണ്ട്, E2 മെക്കാനിസം ഉണ്ട്. അതിൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സിൽ തന്നെ ഏത് രീതിയിലാണ് ആ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് വരുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ മൂന്ന് ആൽക്കൈൽ ഹാലൈഡ്സ് എടുത്തിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. സോ ഈ റിയാക്ഷനിൽ നമ്മുടെ ഹാലൈഡ് അയോൺ ഇല്ലേ, സോ ഈ ഹാലൈഡ് അയോണും അതുപോലെ തന്നെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കാർബണിൽ നിന്ന് ഒരു പ്രോട്ടോണുമാണ് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. ഇത് ഒരു ബേസിൻ്റെ പ്രസൻസിലാണ് മെയിനായിട്ട് നടക്കുന്നത്. സോ ഈ ബേസ് നമ്മുടെ OH- ആയിട്ടുള്ള ഈ ബേസ് ഇല്ലേ, ഈ ബേസ് നമ്മുടെ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോട്ടോൺ ആ ബോണ്ടിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് തൊട്ടടുത്തുള്ള കാർബണിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഹാലൈഡ് അയൺ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡറിയിലും ടേർഷ്യറിയിലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മുടെ ആൽക്കീൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. E1 മെക്കാനിസം ഉണ്ട്, E2 മെക്കാനിസം ഉണ്ട്. സോ നമുക്കവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ രണ്ട് മെക്കാനിസമാണ് നമ്മുടെ എലിമിനേഷൻ റിയാക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. സോ ഈ രണ്ട് മെക്കാനിസത്തിൽ നമ്മൾ E2 മെക്കാനിസത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് E2 മെക്കാനിസം എന്ന് നോക്കാം. അതായത് E2 മെക്കാനിസത്തിൽ നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിൻ്റെയും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലാണ് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും ബേസിൻ്റെ കോൺസെൻട്രേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് E2 മെക്കാനിസം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിയാക്ഷൻ റേറ്റിൽ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് E2 മെക്കാനിസത്തിൽ അവിടെ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് നമ്മളെ ബേസ് നമ്മുടെ ഹൈഡ്രജനെ ആ ബോണ്ടിൽ നിന്ന് അബ്സ്ട്രാക്റ്റ് ചെയ്യും. അതായത് ബീറ്റ കാർബണിൽ നിന്ന് ആ ഹൈഡ്രജൻ അബ്സ്ട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, കാർബൺ ഹൈഡ്രജൻ ബോണ്ടില്ലേ, ആ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് നമ്മളെ തൊട്ടടുത്തുള്ള കാർബൺ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് നടത്തും. അങ്ങനെ ഷിഫ്റ്റ് നടക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യും. അതാണ് അവിടെ രണ്ടാമത് കിടക്കുന്ന കാര്യം. അതായത് നമ്മുടെ പൈ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈ ബോണ്ട് ഫോം ചെയ്യുന്ന ആ കാർബണിലാണ് നമ്മുടെ ഹാലജൻ ഉള്ളത്. സോ അങ്ങനെ ആകുമ്പോൾ എന്താണ്, അവിടെ ആ ബോണ്ടിൽ കാർബണിൻ്റെ വാലൻസി സാച്ചുറേഷൻ കൂടുന്നതായതുകൊണ്ട് ആ ഹാലജൻ അയോൺസ് അവിടെ നിന്ന് എലിമിനേറ്റ് പോകും. അങ്ങനെയാണ് അവിടുത്തെ മൂന്നാമത്തെ കാര്യം അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആ റിയാക്ഷനിൽ നടക്കുന്നുണ്ട്. ആദ്യം ബേസ് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൈ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പൈ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹാലജൻ അവിടെ എലിമിനേറ്റ് ചെയ്തു പോകുന്നുണ്ട്. സോ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ സിംഗിൾ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ E2 റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമാണ് അവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുന്നത്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എന്താണ്, അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെക്കാനിസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ ബേസ് ഇവിടെ പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. സോ ഈ ബേസ് നമ്മൾ പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും, അതാണ് ആദ്യം നടക്കുന്നത്. ആ പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടില്ലേ, സോ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഈ CC ബോണ്ടിലേക്ക് ഷിഫ്റ്റ് നടത്തും. സോ CC ബോണ്ടിലേക്ക് ഷിഫ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ ഹാലജൻ അയണില്ലേ, അത് എലിമിനേറ്റ് ചെയ്തു പോകും. ഇതാണ് അവിടെ നടക്കുന്നത്. സോ ഇതെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബേസ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മുടെ പ്രോട്ടോണുമായിട്ട്. ആ പ്രോട്ടോണും കാർബണും തമ്മിലുള്ള ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഡബിൾ ബോണ്ട് അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ഹാലജൻ അവിടുന്ന് ലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതാണ് അവിടുത്തെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നടക്കുന്നത്. സോ പിന്നെ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണുള്ളത്? ഈ ഡബിൾ ബോണ്ട് മാത്രമല്ലേ അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. ഡബിൾ ബോണ്ടും പിന്നെ അവിടെ ഈ 4 ഹൈഡ്രജൻസിൽ അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് വരുന്നില്ല. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്തൂടെ. ഇങ്ങനെയാണ് നമ്മൾ E2 മെക്കാനിസത്തിൽ നമ്മുടെ എലിമിനേഷൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ആൽക്കീൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഹാലജൻ അയോണും അവിടെ നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതാണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആ ഒരു റിയാക്ഷനിൽ എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. സോ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് 2 രീതിയിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ആൽക്കൈൽ ഹാലൈഡ് ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അതായത് ഇവിടെ സെക്കൻഡറി ആയത് എങ്ങനെയാണ്? നമ്മുടെ ഹാലജൻ അയോൺ ഈ കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ കാർബൺ വേറെ 2 കാർബൺസുമായിട്ടല്ലേ ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഈ CH3 ഗ്രൂപ്പും ഈ CH2 ഗ്രൂപ്പുമായിട്ടാണ് ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ആൽക്കൈൽ ഹാലൈഡ് ആണ് നമ്മുടെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് എലിമിനേഷൻ റിയാക്ഷൻ നടത്തുന്നത്. സോ എലിമിനേഷൻ റിയാക്ഷനിൽ ആദ്യം ബേസ് റിയാക്ട് ചെയ്യും. ബേസ് ആദ്യം അവിടെ പ്രോട്ടോണിനെയാണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഇവിടെ തൊട്ടടുത്തുള്ള കാർബൺ എന്ന് പറയുമ്പോൾ ഈ CH3 കാർബണും ഈ CH2 കാർബൺ അല്ലേ, അവിടെ രണ്ടിലും ഹൈഡ്രജൻസ് അവൈലബിൾ ആണ്. സോ ഈ 2 ഹൈഡ്രജൻസിനും ബേസ് അബ്സ്ട്രാക്ട് ചെയ്യും. സോ അങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് 2 രീതിയിലുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ ഈ 2 പ്രൊഡക്റ്റിൽ ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഇനി നമ്മളുടെ ഒരു കാര്യം. അതായത് ഏതാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാം പ്രോട്ടോണിന്, അതുപോലെ ഈ CH3യിൽ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാം. സോ ഈ Br-ഉം ഈ CH3യിൽ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്താൽ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്കല്ലേ ഫോം ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും ഈ Br-ഉം ആണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടേക്കായിരിക്കും ഫോം ചെയ്യാം. സോ ഇവിടെ അങ്ങനെയാണ് നമുക്ക് ഈ 2 പ്രോഡക്റ്റുകളും ഫോം ചെയ്യുന്നത്. സോ ഇനി ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബേസ് CH2യിലുള്ള പ്രോട്ടോണെയാണ് അബ്സ്ട്രാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ വരുന്നത് നോക്കാം. സോ ആദ്യം നമ്മുടെ ബേസ് എന്താണ്? നമ്മുടെ ബേസ് ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, സോ ആ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ബോണ്ടില്ലേ, ഈ ബോണ്ട് നമ്മളുടെ ഡബിൾ ബോണ്ടിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താണ് നമ്മളുടെ ഹാലജൻ അയൺ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇങ്ങനെയല്ലേ വരുന്നത്. സോ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരുമ്പോൾ അവിടെ OH മൈനസ് എന്താണ് അവിടെ ബോണ്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ബേസിൻ്റെ ഹാലജൻ്റെ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇങ്ങനെയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൽക്കീൻസ് ഇങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക. സോ ഇനി അടുത്ത ഒരു പോസിബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? അടുത്ത പോസിബിലിറ്റി ആയിട്ട് നമ്മളുടെ CH3യിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ബേസ് ഇൻട്രാക്ട് ചെയ്യുക എന്ന് വിചാരിക്കാം. സോ ബേസ് ഈ CH3യിലുള്ള ഹൈഡ്രജനായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സോ അവിടുത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നമ്മുടെ കാർബണിലേക്ക് ആ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തിട്ട് പൈ ബോണ്ട് അവിടെ ജനറേറ്റ് ചെയ്യും. അവിടെ നിന്നാണ് ഹാലജൻസ് എലിമിനേറ്റ് ചെയ്ത് പോകും. സോ അവിടെ എങ്ങനെയാണ് വരുന്നത്? ബേസും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് വരിക. സോ ഇതിൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ മേജർ പ്രൊഡക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പോസിബിലിറ്റിയിൽ നോക്കുവാണെങ്കിൽ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ഡബിൾ ബോണ്ടും ഈ CH3യും തമ്മിൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ ഇവിടെ ഈ CH3യിലുള്ള ഹൈഡ്രജൻസിന് 3 ഹൈഡ്രജൻസിന് ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡബിൾ ബോണ്ടുമായിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. സോ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കൂടുതലാവുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്ന നമ്മുടെ ആൽക്കീൻസിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ സ്റ്റെബിലിറ്റി കൂടുതലുള്ള ആൽക്കീൻസ് ആയിരിക്കും അവിടെ മേജർ പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ ഈ കേസിൽ ഇതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ,
സോ ഇത് മേജർ പ്രൊഡക്റ്റ് ആണ്. ഇവിടുത്തെ കേസിൽ നോക്കൂ, ഇവിടുത്തെ കേസിൽ ഇവിടെ ഇവിടെയാണ് ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത സ്ഥലത്ത് ഇവിടെ പിന്നെ ഒരു ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ അല്ല. അവിടെ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള CH3 ഗ്രൂപ്പുകളില്ലല്ലോ. സോ CH3 ഗ്രൂപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇത് മൈനർ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ മേജർ പ്രൊഡക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഇവിടുത്തെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആയിട്ടുള്ളത് എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറിനനുസരിച്ചാണ്. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. സോ CH3യിൽ 3 ഹൈഡ്രജൻസ് ഉണ്ട്. ആ 3 ഹൈഡ്രജൻസിനും ഈ ഡബിൾ ബോണ്ടുമായിട്ട് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ആണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. സോ ഇത് തന്നെയാണ് നമ്മൾ സെയ്റ്റ്സഫ് റൂളിലും പറയുന്നത്. സെയ്റ്റ്സഫ് റൂളിൽ നമ്മുടെ എലിമിനേഷൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന റൂളാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ എലിമിനേഷൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും. സോ ആ രീതിയിൽ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടുത്തെ പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇതാണ്, ഒരു പ്രൊഡക്റ്റ് ഇതാണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയിട്ടുള്ള ആൽക്കീൻ ഏതാണ്, ആദ്യം തന്നിട്ടുള്ളതല്ലേ. ഇവിടെയാണ് നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലുള്ളത്. ഇവിടെ എന്താണ്, രണ്ടിലും ഹൈഡ്രജൻ ആണ്. ഇവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റിൽ എന്താണ്, 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയിട്ടുള്ളതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. സോ ഇതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. സോ നമ്മളുടെ എലിമിനേഷൻ റിയാക്ഷൻ്റെ മേജർ പ്രൊഡക്റ്റിനെയും മൈനർ പ്രൊഡക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് നമ്മുടെ സെയ്റ്റ്സഫ് റൂള്. സോ ആ സെയ്റ്റ്സഫ് റൂളിലും തന്നെ നമ്മളുടെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള നമ്മുടെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചറാണ് അതിൻ്റെ മേജർ പ്രൊഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ അടുത്തായിട്ട് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സ് എലിമിനേഷൻ റിയാക്ഷൻസ് എത്ര ഫാസ്റ്റ് ആയിട്ട് തരും എന്ന് നോക്കാം. സോ നമ്മുടെ എലിമിനേഷൻ റിയാക്ഷനിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു കണ്ടീഷനാണ് നമുക്ക് എത്ര ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് എത്ര ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എലിമിനേഷൻ റിയാക്ഷൻ തരും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മളുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏതിലാണ് ബീറ്റ ഹൈഡ്രജൻസ് കൂടുതലുള്ളത് നോക്കാം. ബീറ്റ ഹൈഡ്രജൻസ് കൂടുതലുള്ളത് എലിമിനേഷൻ റിയാക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് തരും. സോ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ്, പിന്നെ ഉള്ളത് സെക്കൻഡറി ആൻഡ് ദെൻ പ്രൈമറി. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണില്ലേ, ആ കാർബൺ ആണ് നമ്മുടെ ആൽഫ കാർബൺ. ആ ആൽഫ കാർബണായിട്ട് ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബണാണ് ബീറ്റ കാർബൺ. ആ ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജൻസിനെയാണ് നമ്മളുടെ ബേസ് റിയാക്ഷനിൽ ആദ്യം അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ അവിടെ എത്ര ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ടോ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ തരും. നമ്മൾ ടെർഷ്യറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ എത്രയുണ്ട്, 3. ഒരു ഗ്രൂപ്പിൽ തന്നെ 3 ഉണ്ട്. സോ ടോട്ടൽ എത്രയാണ്, 9 ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ട്. അതുപോലെ സെക്കൻഡറിയിൽ നോക്കുവാണെങ്കിൽ എന്താണ്, 6 ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ട്. ടെർഷ്യറിയിൽ എത്രയാണ്, നമുക്ക് 3 ബീറ്റ ഹൈഡ്രജൻസേ ഉള്ളൂ. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടെർഷ്യറിയിലാണ് ബീറ്റ ഹൈഡ്രജൻസ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ബീറ്റ ഹൈഡ്രജൻസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ടെർഷ്യറി ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ തരിക, ഫാസ്റ്റ് ആയിട്ട് എലിമിനേഷൻ റിയാക്ഷൻസ് തരിക. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ എലിമിനേഷൻ റിയാക്ഷൻ്റെ E2 മെക്കാനിസം ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു ഗൈസ്, ബൈ.